വെൽക്കം ടു ഓൾ. നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇനിയും ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളും പഴയ CRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, റിവിഷൻസ്, ഇനിയും PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ്? ശ്രീ യു ഷറഫ് അലിയാണ് അല്ലേ? ശ്രീ യു ഷറഫ് അലിയാണ് ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ ചന്ദ്രയാൻ 3യിലെ ലാൻഡറിലെ പേലോഡുകളുണ്ട് അല്ലേ? ലാൻഡറിലാണ് എന്തുള്ളത്? പേലോഡുകളുള്ളത്. ഈ പേലോഡുകളിൽ രാംബ LP, ചസ്തേ, ഇൽസ എന്നിവയൊക്കെ പറയുന്നത് പേലോഡുകളാണ്. ചന്ദ്രയാൻ 3യുടെ പേലോഡുകളാണ്. എന്നാൽ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പേലോഡല്ല. അപ്പോൾ ഇത് ആൻസർ വരുന്നത് ഇതാണ്, ഷേപ്പാണ് കേട്ടോ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആർക്കായിരുന്നു 2021 ആർക്കായിരുന്നു? P. വത്സലയ്ക്കാണല്ലേ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. പിന്നെ അതിനുശേഷം ആർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? 2021 എഴുത്തച്ഛൻ പുരസ്കാരമാണ് P. വത്സലയ്ക്ക്. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം P. വത്സലയ്ക്ക്. 2022 പുരസ്കാരം ആർക്കാണ്? സേതുവിനാണ്. 2022 2022 പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത്? സേതുവിന് ലഭിച്ചിട്ടുള്ളത്. ഇനി 2023 പുരസ്കാരം ആർക്കാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? SK വസന്തനായിരുന്നു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 NS മാധവനാണ് കേട്ടോ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? P. വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2023 ആർക്കായിരുന്നു? SK വസന്തനായിരുന്നു. 2024 NS മാധവനാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം ക്ലിയർ ആയല്ലോ, പഠിച്ചു വയ്ക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. EMS ചോദിക്കാറുണ്ട് കേട്ടോ, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്, അത് കാരണം ഇത് പഠിച്ചു വയ്ക്കുക. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിനെയാണ്. ഇനി 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തതേത്? അപ്പം നമ്മൾ പറഞ്ഞു 2021 ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? 2021 ആർക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്? P. വത്സലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2022 അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം തന്നെ അല്ലേ, രണ്ടാമതും റിപ്പീറ്റഡായി ചോദിക്കുകയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിൻ്റെ കൃതികളിൽ പെടാത്തതേത്? അപ്പോൾ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ വരുന്നത്? പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവയൊക്കെ നമ്മളെ സേതുവിൻ്റെ പുസ്തകങ്ങളാണ് കേട്ടോ. സേതുവിൻ്റെയാണ് പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവയൊക്കെ. അപ്പോൾ ഇതിലിറങ്ങുന്ന വഴികളാണ് ആര് വരുന്നത്? സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് വരുന്നത്. അപ്പോൾ നിഴലിറങ്ങുന്ന വഴികൾ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? അപ്പോൾ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കും. നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കും, അതിലെ കൃതികളും ഓരോരുത്തർക്കും പേര് ലഭിക്കും. ഓരോരുത്തരും ഓരോ വർഷത്തിൽ ലഭിച്ചിട്ടുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ പഠിക്കില്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയിൽ പഠിച്ചാൽ മാത്രമേ ഈ ക്വസ്റ്റിന് ആൻസറൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നിഴലിറങ്ങുന്ന വഴികൾ എന്ന് പറയുന്നത് ആരുടെയാണ്? P. വത്സലയുടെയാണ് കേട്ടോ. വത്സലയ്ക്ക് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടല്ലോ ഇതൊക്കെ കാണാൻ പടം പഠിക്കുമ്പോൾ. അപ്പോൾ നിഴലിറങ്ങുന്ന വഴികൾ എന്ന് പറയുന്നത് P. വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള. P. വത്സലയ്ക്കാണ് നിഴലിറങ്ങുന്ന വഴികൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? നിഴലിറങ്ങുന്ന വഴികൾ എന്ന് പറയുന്നത്
കൃതി എന്ന് പറയുന്നത് പി വത്സലയുടേതാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളാണ് ഏതെന്ന് പറയുന്നത് 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതുവിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പേടി, സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം ഈ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്നാണ് ഏതൊക്കെയാണ്. അപ്പോൾ EMS കൂടി മലയാളികൾ നമ്മൾ കണ്ടു അല്ലേ, നമ്മൾ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ വീണ്ടും കണ്ടു അല്ലേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ ലാൻഡ് ചെയ്ത ഒരു ദിവസമായിരുന്നു. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയ ദിവസമായിരുന്നു ഓഗസ്റ്റ് 23. അപ്പോൾ അന്ന് ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എന്നായിരുന്നു? വൈക്കം സത്യാഗ്രഹം എന്നായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കിയ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യനാണ് വൈക്കം സത്യാഗ്രഹം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റിവിഷൻ ചെയ്യുമ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് വർഷം എന്നായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്നാണ് 1924 മാർച്ച് 30 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? TK മാധവനായിരുന്നു അല്ലേ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. വൈക്കം ക്ഷേത്രത്തിനടുത്ത് വെച്ചിട്ടായിരുന്നു അല്ലേ ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയാനായിട്ട്? ഏതാണ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഇന്ത്യയിൽ നടന്ന അയിത്തത്തിനെതിരെയുള്ള ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ നടന്ന ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് അയിത്തത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. നമ്മൾ പറഞ്ഞു ഇയർ പറഞ്ഞു 1924 മാർച്ച് 30. പിന്നെ എന്താ പറയുന്നത്? TK മാധവനാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു? K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ എന്നിവരൊക്കെ ഇതിലെ മറ്റംഗങ്ങളായിരുന്നു അല്ലേ. KP കേശവമേനോൻ, CV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ K കേളപ്പനും എന്തിലുണ്ടായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിലെ ഒരു അംഗമായിരുന്നു. ഇനി അയിത്തവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് പ്രമേയം പാസ്സാക്കുന്ന ഒരു കോൺഗ്രസ് സമ്മേളനം INC സമ്മേളനം ഉണ്ട്. അത് ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. കാക്കിനാട സമ്മേളനത്തിലാണ് അയിത്തത്തിനെതിരെ ആദ്യമായി നടക്കുന്ന അയിത്തത്തിനെതിരെ ആദ്യമായിട്ട് പ്രസംഗിച്ച അല്ലെങ്കിൽ അത് പ്രമേയം പാസ്സാക്കിയ സമ്മേളനം എന്നൊക്കെ പറയുന്നത് കാക്കിനാട സമ്മേളനമാണ്. അപ്പോൾ കാക്കിനാട സമ്മേളനം നടന്നത് ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ INC സമ്മേളനം ഏത് ഇയർ ആണെന്ന് ചോദിച്ചാൽ 1923 കേട്ടോ കാക്കിനാട സമ്മേളനം നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് 603 ദിവസമാണ് നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം എത്രയാണ്? 603 ദിവസമാണ് നീണ്ടുനിന്നത്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. അതുപോലെ തന്നെ വൈക്കം ഹീറോ EV രാമസ്വാമി നായ്ക്കറിനെയാണല്ലേ വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത്. ആരെയാണ്? AV രാമസ്വാമി നായ്ക്കറിനെയാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പോൾ വൈക്കം ഹീറോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചിട്ട്? വൈക്കം സത്യാഗ്രഹത്തിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്ത് തന്നെയായിരിക്കും അല്ലേ. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്തായിരിക്കാം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മന്നത്ത് പത്മനാഭൻ ഒരു സവർണ്ണ ജാഥ നയിച്ചിട്ടുണ്ടല്ലോ അല്ലേ. മന്നത്ത് പത്മനാഭൻ ഒരു സവർണ്ണ ജാഥ നയിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു? വൈക്കത്ത് നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു അല്ലേ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. വൈക്കത്ത് നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു മന്നത്ത് പത്മനാഭൻ സവർണ്ണ ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്ന് പറയുന്നത് 1924 മാർച്ച് 30 603 ദിവസമാണ് ഇത് നീണ്ടു നിന്നത്.
ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ടി.കെ. മാധവനായിരുന്നു നേതൃത്വം നൽകിയത്. മറ്റംഗങ്ങളായിരുന്നു കെ കേളപ്പൻ, പിന്നെ ആരൊക്കെയായിരുന്നു? കെ.പി. കേശവമേനോൻ എന്നിവരൊക്കെ ഇതിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം ക്ഷേത്രത്തിനടുത്ത് വെച്ചിട്ടാണ് അല്ലേ അവർണർക്ക് നടക്കാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ അതിനെതിരെ നടന്നിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു അല്ലേ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ചിട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു സവർണ്ണ ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈത്തോച്ചാടനത്തിനെതിരെ ആദ്യമായിട്ട് നടന്ന പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1923 കാക്കിനഡയിലെ സമ്മേളനമായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത്രയൊക്കെയാണല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ക്ലിയർ ആയല്ലോ അല്ലേ? പഠിച്ചു വയ്ക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണത്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനാണ് അല്ലേ? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്ഥാപകനാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്ഥാപകൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാരണം തന്നെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും, കാരണം എല്ലാവരും തെറ്റിക്കുന്ന ക്വസ്റ്റ്യനാണല്ലോ. അപ്പം ഏതാണ് വരിക? ആരാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. എന്നാൽ സ്വദേശാഭിമാനി പ്രസ്ഥാനം കണ്ടുകിട്ടിയതിന് ശേഷം രാജ്യത്ത് നിന്ന് നാട് കടത്തിയ ആളാരെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ്. അപ്പോൾ അത് കാരണം തന്നെയുണ്ടോ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് പറയുന്നത്. അപ്പോൾ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹത്തെയാണ് ഇത് കണ്ടുകിട്ടിയിട്ട് നാട് കടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ്? അപ്പോൾ നോക്കി, വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് നമ്മളുടെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടു, ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു വൈകുണ്ഠസ്വാമികളെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്ത സമയത്ത് തന്നെ വൈകുണ്ഠസ്വാമികളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്ന ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അല്ലേ? പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമബന്ധി ഭോജനം, സമമായിട്ട് വരുന്നതൊക്കെ വൈകുണ്ഠസ്വാമികളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമബന്ധി ഭോജനം സംഘടിപ്പിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം, സമബന്ധി ഭോജനം, വെണ്ണീച്ച ഭരണം എന്നിവയൊക്കെ ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ്. മുന്തിരി കിണർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ച്? നിഴൽ താങ്കൾ എന്ന് പറയുന്ന പ്രതിഷ്ഠ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു കൃതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അരുൾ നൂല്, പിന്നെ അമ്മാനി അരുൾ, അങ്ങനെ അരുൾ വരുന്ന സംഭവങ്ങളൊക്കെ ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുണ്ഠസ്വാമികൾ കന്യാകുമാരിക്കടുത്താണല്ലേ ജനിച്ചിട്ടുണ്ടായിരുന്നത്. മുടിച്ചൂടിയും പെരുമാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ആ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് വൈകുണ്ഠസ്വാമികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓക്കെ, നദികളും കായലുകളും, നമ്മളെ കേരളത്തിലെ നദികളും കായലുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നദികളും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഉപദ്വീപീയ നദികളാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുന്നത്. അതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ് ഉപദ്വീപീയ നദികളെ കുറിച്ചിട്ട്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്?
ഗോദാവരിയാണ് അല്ലേ, ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? അപ്പോൾ പടിഞ്ഞാറൻ തീരസമുദ്രം കിഴക്കൻ തീരസമുദ്രം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ എന്ന് പറയുന്നത്? നോക്കിയേ, ഡെൽറ്റ രൂപീകരണം നടക്കുന്ന എവിടെയാണ്? കിഴക്കിലായിരുന്നു അല്ലേ, കിഴക്കൻ തീരസമുദ്രത്തിലായിരുന്നു. കിഴക്കൻ തീരസമുദ്രത്തിലാണ് എന്ന് നടക്കുന്നുണ്ടായിരുന്നത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ താരതമ്യേന വീതി കൂടുതലാണ് അല്ലേ, താരതമ്യേന വീതി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കിഴക്കൻ തീരസമതലം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കന്യാകുമാരി മുതൽ എവിടെ വരെ? സുന്ദർബൻ ഡെൽറ്റ വരെയാണ് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? താരതമ്യേന വീതി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റകൾ രൂപക്കൊള്ളുന്നതൊക്കെ എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലാണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഏതൊക്കെയാണ്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറൻ തീരസമുദ്രം കിഴക്കൻ തീരസമുദ്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വീതി കുറവാണെന്ന് പറഞ്ഞു. താരതമ്യേന വീതി കുറവാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്? പടിഞ്ഞാറൻ തീരസമുദ്രത്തെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. കായലുകളും അതുപോലെ തന്നെ അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ തീരസമതലം. വീതി കുറവാണ്, കായലുകളും അഴിമുഖങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തുണ്ട് അല്ലേ കുറേ മേജർ തുറമുഖങ്ങളായിട്ടുള്ള നവശേവ, കാണ്ടില, അതുപോലെ തന്നെ എന്താണ് മർമഗോവ, പിന്നെ കേരളത്തിൻ്റെ ആണെങ്കിൽ കൊച്ചിൻ, ഇവയൊക്കെ വരുന്നത് ഏത് ഭാഗത്താണ്? പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി കിഴക്കൻ തീരസമുദ്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അറബിക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വീതി കൂടുതലാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? കിഴക്കൻ തീരസമുദ്രത്തിൽ ഡെൽറ്റ രൂപീകരണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ ഡെൽറ്റ വരെയാണ്, സുന്ദർബൻ ഡെൽറ്റ വരെയാണ് നീണ്ടു കിടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഏതായിരുന്നു ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത്. നെയ്വേലിയിൽ ഉണ്ടായിരുന്നത് ലിഗ്നൈറ്റ് അല്ലേ, ഖനനം നടക്കുന്നതൊക്കെ നെയ്വേലിയിലാണ്. പിന്നെന്താണ്? ദിഗ്ബോയ് എന്ന് പറയുന്നതും ഒരു എണ്ണ ഖനനമാണ് നടക്കുന്നത്. അപ്പോൾ ജാറിയയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്വേലിയും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പുരുക്ക് ശാല ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ജർമ്മനി, ഒഡീഷയുടെ സഹായത്തോട് കൂടിയിട്ട് ജർമ്മനിയിൽ 1959 ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതായിരുന്നു? റൂർക്കേലയാണ് അല്ലേ, റൂർക്കേല എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഏത് സ്ഥലത്തായിരുന്നു? ജർമ്മനിയിലെ ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോട് കൂടി രൂപം കൊണ്ടതാണ് റൂർക്കേല എന്ന് പറയുന്നത്. ഓക്കെ, ബക്കാറ എന്ന് പറയുന്നത് എവിടെയാണ്? ബൊക്കാറോ എന്ന് പറയുന്നത് ജാർഖണ്ഡിലായിരുന്നു അല്ലേ. ഇതിൻ്റെ സഹായത്തോട് സോവിയറ്റ് യൂണിയൻ റഷ്യയുടെ സഹായത്തോടു കൂടി വന്നതാണ്. അതുപോലെ തന്നെ ബിലായ് എന്ന് പറയുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടി വന്നത് തന്നെയാണ്, ഛത്തീസ്ഗഡിലായിരുന്നു. അതുപോലെ തന്നെ റൂർക്കേല പറഞ്ഞു ജർമ്മനിയിലെ ഒഡീഷയുടെ സഹായത്തോടു കൂടിയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി നിലവിൽ വന്നതാണ് ദുർഗാപൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, പോളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ തന്നെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതും റിപ്പീറ്റഡ് ആണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? ഏതാണ്?
ദേശീയ ജലപാത 3 നമ്മൾ ദേശീയ ജലപാതകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. NW1 എന്ന് പറയുന്നത് അലഹബാദ് ടു ഹാദിയാണ്. NW2 എന്ന് പറയുന്നത് സാദിയ ടു ധൂബ്രിയാണ്. NW3 കൊല്ലം ടു കോഴിക്കോട് അല്ലെങ്കിൽ കോട്ടപ്പുറാണ്. NW4 ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? NW4 ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗോദാവരി ടു കൃഷ്ണയായിരുന്നു നദികൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ NW5 എന്ന് പറയുന്നത് എവിടെയായിരുന്നു? NW5 എന്ന് പറയുന്നത് പൂർവ്വതീര കനാലല്ലേ ആയിരുന്നത്? NW5 എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് നദി ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവ്വതീര കനാലായിരുന്നു. അപ്പോൾ NW4 എന്ന് പറയുന്നത് കാക്കിനഡ ടു പുതുച്ചേരി ആയിരുന്നു അല്ലേ? നദി ഏതാണെന്നും പറഞ്ഞാൽ നമ്മൾ കാക്കിനഡ ടു പുതുച്ചേരി ആയിരുന്നു. ഗോദാവരി ടു കൃഷ്ണ നദിയായിരുന്നു. പിന്നെ NW4 പറഞ്ഞു. NW5 എന്ന് പറയുന്നത് ഏതായിരുന്നു പറഞ്ഞത്? മഹാനദി ഡെൽറ്റ വ്യവസ്ഥയായിരുന്നു അല്ലേ? മഹാനദി ടു ഡെൽറ്റ വ്യവസ്ഥയായിരുന്നു. പൂർവ്വതീര കനാലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് മേജർ ദേശീയ ജലപാതകൾ എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലാണ് കൂടുതലും ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ് NW3 എന്ന് പറയുന്നത്. പിന്നെ NW1 ഇതാണ് ഗംഗാ നദിയിലാണ് അല്ലേ? NW2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. NW3 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പശ്ചിമ തീര കനാലാന്ന് പറഞ്ഞു. NW4 എന്താ പറഞ്ഞാൽ കൃഷ്ണ ടു മഹാനദിയാണ്. NW5 എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? പൂർവ്വതീര കനാലാന്ന് പറഞ്ഞു. പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഗാന്ധിയാണ്. ഗാന്ധിയുടെ പത്രമാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് വെച്ചാൽ എന്താണ്? പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? പുനഃസ്ഥാപനശേഷി ഉണ്ടായിരിക്കാം, ചിലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. പാരമ്പര്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശുഷ്കമായി കൊണ്ടിരിക്കുന്നത് അല്ലേ? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ ഇപ്പോൾ. അപ്പോൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാതെന്ന് പറയുന്നത് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതെന്ന് പറയുന്നത് പുനഃസ്ഥാപനശേഷിയുണ്ട്, ചിലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ പറയുന്നതും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, റിപ്പീറ്റഡ് ആണ്. അപ്പോൾ മൗലിക അവകാശം എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയാണ്. ഏത് ഭേദഗതിയായിരുന്നു? 2002 86-ാം ഭേദഗതിയിൽ 2002 86-ാം ഭേദഗതിയിലൂടെയാണ് എന്ത് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കേണ്ട മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്നത് മൗലിക കർത്തവ്യം കൂടിയുണ്ട്. അപ്പം ഇത് ഏതിലാണ് അനുച്ഛേദം ഏതാണ്? 21 ഏതായിരുന്നു? അനുച്ഛേദം 21 ആയിരുന്നു അല്ലേ? അനുച്ഛേദം 21-ലാണ് 21A-ലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? അപ്പോൾ നോക്കിയേ, ഇതും റിപ്പീറ്റഡ് ആണ് അല്ലേ? റിപ്പീറ്റഡ് ആണ് മൗലിക കർത്തവ്യങ്ങൾ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ഭാഗമാണ്? ഭാഗം 4A അല്ലേ? ഭാഗം 4A 51A-ലാണ് 51A-ലാണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത് അല്ലേ? സരൺ സിംഗ് കമ്മിറ്റിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്? ഈ 10 മൗലിക ചുമതലകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. 2002 86-ാം ഭേദഗതി പ്രകാരമാണ് അല്ലേ 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത്. ഇത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണല്ലേ മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമുണ്ട്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾസ് 14 മുതൽ 18 വരെ പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ഇതൊക്കെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പറയുന്ന കാരണം കേട്ടോ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ പിന്നെ 15 മുതൽ 22 വരെയാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. എത്ര സ്വാതന്ത്ര്യങ്ങളുണ്ട്? 6 സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 14 മുതൽ 18 വരെ സമത്വം, പിന്നെ 14 മുതൽ 18, 19 മുതൽ 22 വരെ എന്താ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞു.
പിന്നെ എന്തൊക്കെയാണ് ആർട്ടിക്കിൾ 23, 24 വരുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ബാലവേല നിരോധനം, അടിമത്തം നിരോധിക്കുന്ന വകുപ്പൊക്കെ ഏതായിരുന്നു? 24 ബാലവേല വിരോധനം എന്നൊക്കെ പറയുന്നത് 24, 23 അടിമതം നിരോധിക്കുക എന്നൊക്കെ പറയുന്ന വകുപ്പ് വരുന്നത്. ഇനി ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മൗലിക മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 25 മുതൽ 28 വരെ. പിന്നെ 29, 30 ന്യൂനപക്ഷ താല്പര്യങ്ങൾ, ന്യൂനപക്ഷങ്ങളെ സാംസ്കാരികവും എന്നൊക്കെ പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട് വരുന്നത്. ന്യൂനപക്ഷത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 29, 30 എന്നൊക്കെ പറയുന്നത്. ഇനി 32 എന്ന് പറയുന്നത് എന്താണ്? അവകാശങ്ങളിലെ മൗലികമായ അവകാശം എന്നൊക്കെ അറിയപ്പെടുന്നില്ല. ഡോക്ടർ ബി ആർ അംബേദ്കർ ഹൃദയം ആത്മാവെന്നൊക്കെ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 പ്രകാരം. ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 226 ഹൈക്കോടതി റിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ട് അധികാരം. 5 റിട്ടുകളാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? അറിയാം, രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിച്ചത്. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജി ദേശീയ ഗീതം അല്ലേ, ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. മുഹമ്മദ് ഇക്ബാൽ ആരാണ്? പാകിസ്ഥാനിലെ കവിയായിരുന്നു അല്ലേ, മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാംസ്തി എന്ന് പറയുന്നതൊക്കെ മുഹമ്മദ് ഇക്ബാലിനെയാണ്. ഓക്കെ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യം പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏത് സമ്മേളനത്തിലായിരുന്നു? വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏത് സമ്മേളനത്തിലായിരുന്നു? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു കേട്ടോ. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പാടിയത്. ദേശീയ ഗീതം ആദ്യമായിട്ട് പാടിയ സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള, അത് പഠിച്ചിരിക്കണം. നീളം വീതിയും കറക്റ്റായിട്ട് നോക്കാം. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് എത്രയാണ്? 3:2 കേട്ടോ. 3:2 നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അതൊക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും കാണാം.